നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണയായി നേരിൻ്റെ വഴി ഞാൻ ചെയ്യാറുള്ളത് എൻ്റെ തന്നെ ഭവനത്തിൽ ഞാൻ ക്രമീകരിച്ച ഒരു കൊച്ചു സ്റ്റുഡിയോയിൽ നിന്നാണ്. പക്ഷേ ഇന്നത്തെ നേരിൻ്റെ വഴിയുടെ പ്രത്യേകത ലോകത്തിലെ ഏറ്റവും അത്ഭുതങ്ങളിലൊന്നായ പനാമ കനാലിൻ്റെ അരികിൽ നിന്നുകൊണ്ടാണ്. എൻ്റെ ഈ പിൻപിൽ കാണുന്നതാണ് ഏറ്റവും മനോഹരമായി മനുഷ്യന് തുയ്യം കൊടുത്ത ബുദ്ധി കൊണ്ട് പൂർത്തീകരിച്ച പനാമ കനാൽ. 1904 പദ്ധതി ആരംഭിച്ച് 1914 അമേരിക്കയുടെ കരുത്തുറ്റ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ പണി കഴിയപ്പെട്ട ഒരു വലിയ അത്ഭുതം തന്നെയാണ് ഈ മനോഹരമായ പനാമ കനാൽ. അറ്റ്ലാന്റിക് മഹാസമുദ്രവും പസഫിക് മഹാസമുദ്രവും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പണി കഴിയപ്പെട്ടതാണ് പനാമ കനാൽ. അതിനു മുമ്പ് വരെ ഏതാണ്ട് 8,000-ഓളം മൈലുകൾ സൗത്ത് അമേരിക്ക ചുറ്റിയാണ് സാധാരണഗതിയിൽ കപ്പലുകളൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അത്രയധികം മൈലുകൾ യാത്ര ചെയ്യാൻ 3 ആഴ്ചയിലധികം എടുക്കുമെന്ന് മാത്രമല്ല, വളരെ കഷ്ടത നിറഞ്ഞ ഒരു യാത്ര കൂടിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അതിനൊരു പരിഹാരം ഉണ്ടാകേണ്ടതിന് മധ്യധരണിക്കടലും ചെങ്കടലും തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് ഏറ്റവും പ്രസിദ്ധനായ ഫ്രഞ്ച് എഞ്ചിനീയർ ഫെർഡിനൻഡ് ഡി ലെപ്പസിസ് പണി കഴിയിച്ച സൂയസ് കനാലിൻ്റെ അതേ ആശയത്തിൽ തന്നെയാണ് ഈ മനോഹരമായ പനാമ കനാലും പണിയുവാൻ ഉദ്ദേശിച്ചത്. അന്നത്തെ സൂയസ് കനാലിൻ്റെ എഞ്ചിനീയറിൻ്റെ അതേ നേതൃത്വത്തിലാണ് പണി ആരംഭിച്ചതെങ്കിലും അവരുടെ കൃത്യമായ കണക്ക് കൂട്ടലുകളിൽ പാളിച്ചകൾ വന്നതുകൊണ്ട് ആ പദ്ധതി പൂർത്തീകരിക്കാൻ പറ്റിയില്ല. 20,000-ലധികം ആളുകൾ മരണപ്പെടുവാനിടയായി. മാത്രമല്ല, ഈ വലിയ പ്രോജക്റ്റ് മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോഴാണ് അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ ഇത്ര മനോഹരമായ ഈ പ്രോജക്റ്റ് ഏറ്റെടുക്കുവാൻ അമേരിക്കക്കാരനായ എഞ്ചിനീയർ തയ്യാറായത്. 10 വർഷം കൊണ്ട് മനുഷ്യന് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള കഠിനാധ്വാനത്തിലൂടെ, ഏറ്റവും കൃത്യമായ പ്ലാനിങ്ങിലൂടെ അറ്റ്ലാന്റിക് മഹാസമുദ്രവും പസഫിക് മഹാസമുദ്രവും തമ്മിൽ സംയോജിപ്പിച്ചുകൊണ്ട് പനാമ കനാൽ പൂർത്തീകരിക്കപ്പെടുവാനിടയായി. ആ കാലഘട്ടത്തിലെ പണികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഏറ്റവും ആദ്യം അവർക്ക് കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് മലേറിയയും യെല്ലോ ഫീവറും അവരുടെ ജോലിക്കാരെ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരുന്ന സാഹചര്യത്തെയാണ്. അതിന് പരിഹാരമുണ്ടാക്കുക മാത്രമല്ല, കൃത്യമായ ആസൂത്രണത്തിലൂടെ 10 വർഷം കൊണ്ട് ഇത് പൂർത്തീകരിക്കപ്പെടും. ഇന്ന് ലോകത്തിലെ തന്നെ സകല ചരക്ക് നീക്കങ്ങളുടെയും ജീവനാഡി എന്ന നിലയിലാണ് പനാമ കനാൽ നിലകൊള്ളുന്നത്. കഠിനാധ്വാനത്തിന് തീർച്ചയായും പ്രതിഫലമുണ്ട് എന്നതിൻ്റെ തെളിവാണ് എൻ്റെ പിൻപിൽ കാണുന്ന പനാമ കനാൽ. അതുമാത്രമല്ല, മനുഷ്യൻ മനസ്സ് വെച്ചാൽ സാധിക്കാത്തതൊന്നുമില്ല. അസാധ്യമെന്ന് പറഞ്ഞ് ഒരിക്കലും പിന്മാറരുത്. നടക്കില്ലെന്ന് പറഞ്ഞ് ആരെയും നിരുത്സാഹപ്പെടുത്തരുത്. നമ്മുടെ അകത്തൊരു ദർശനമുണ്ടെങ്കിൽ, ഒരു നല്ല സ്വപ്നമുണ്ടെങ്കിൽ, ആരൊക്കെ അസാധ്യമെന്ന് പറഞ്ഞാലും ആ സ്വപ്നത്തിൻ്റെ പിന്നാലെ പോകണം. ദൈവം അനുകൂലമാണെങ്കിൽ, കഠിനാധ്വാനത്തിന് മനസ്സുണ്ടെങ്കിൽ തീർച്ചയായും ശ്രേഷ്ഠമായ കാര്യങ്ങൾ ഇന്നും ചെയ്യാൻ മനുഷ്യന് സാധിക്കുമെന്നതിൻ്റെ തെളിവാണ് ഈ ശ്രേഷ്ഠമായ എഞ്ചിനീയറിംഗ് അത്ഭുതം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ തോൽവി സമ്മതിച്ച് നിരാശപ്പെട്ട് ജീവിക്കുന്ന ഈ അവസരമാകാം. ഇനി വേണ്ട, ഇനി ഒരിക്കലും മറ്റൊരു ഉദ്യമത്തിന് ഞാൻ തയ്യാറാവില്ല എന്നൊക്കെ സങ്കടത്തോടെ നിരാശയോടെ പറയുന്ന സമയമൊക്കെ ആകാം. പക്ഷെ അറിയണം, അസാധ്യമായിട്ടൊന്നുമില്ല, നിരൂപിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. കൃത്യമായ ആസൂത്രണവും കൃത്യമായ കഠിനാധ്വാനവും ദൈവത്തിലുള്ള ആശ്രയവും തീർച്ചയായും ശ്രേഷ്ഠമായ നേട്ടങ്ങൾ കൈവരിക്കാൻ മാനവകുലത്തിന്
അനുഗ്രഹമാകുന്ന സംഭാവനകൾ കൊടുക്കാൻ നമ്മെ കൊണ്ട് കഴിയും. അതിന് മനസ്സ് വയ്ക്കാൻ തയ്യാറാകണം. ദൈവം അതിനും നിങ്ങളെയും സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങളുടെ അധ്വാനം തുടരൂ. ദൈവം പ്രതിഫലം തരാതിരിക്കില്ല.